തിരുവനന്തപുരത്ത് ഈ മാലിന്യം വൃത്തിയാക്കലിന് വേണ്ടി ഇറങ്ങിയ ഒരു തൊഴിലാളി 2 ദിവസത്തെ തെരച്ചിലുള്ള അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ കിട്ടി. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന സബ്ജക്റ്റുകളൊന്നതാണ്. ഒന്ന്, തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്വം എന്താണ്? റെയിൽവേയുടെ ഭാഗത്തുള്ള മാലിന്യമാണ് ജോയി എന്ന ആ സാധാരണ മനുഷ്യനെ, തൊഴിലാളിയെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നുള്ള ഇത് എന്താ പറയുന്നത്, വിവരം മുന്നിൽ വെച്ചുകൊണ്ട് റെയിൽവേ പ്രതിരോധത്തിലാക്കാൻ സർക്കാരും അല്ലെങ്കിൽ തന്നെ തദ്ദേശ ഭരണ വകുപ്പും മേയറും ഒക്കെ ശ്രമിക്കുന്നു. അതേസമയം മേയറുടെ മാത്രം കുഴപ്പമാണ്, കോർപ്പറേഷൻ്റെ കുഴപ്പമാണെന്ന മട്ടിൽ BJP നേതാക്കളും ചിലപ്പോൾ റെയിൽവേയിൽ തന്നെ ചില ഉദ്യോഗസ്ഥരൊക്കെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ തിരുവനന്തപുരത്തെ മാലിന്യ പ്രശ്നം ഇപ്പോൾ ആമയിഴഞ്ചാൻ തോട് എന്ന് പറയുന്ന തോട് ഒരു മാലിന്യ തോടാണ്. അവിടുത്തെ ഓടകളുടെ പ്രശ്നം, മഴ പെയ്താൽ എപ്പോഴും ഉണ്ടാകുന്ന വെള്ളക്കെട്ട്, അത് പരിഹരിക്കാൻ പലകുറി നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ, അതിൻ്റെ പാതയിലുള്ള നിന്നുപോകൽ ഇത്രയും കാലമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്ന ഒന്നാണ്. തിരുവനന്തപുരത്തെ ഈ മാലിന്യ പ്രശ്നം ഇന്നിപ്പോൾ അതിനൊരു രക്തസാക്ഷി ഉണ്ടായിരിക്കുന്നു. അത് അടിയന്തരമായി പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത് ആരൊക്കെയാണ് അല്ലെങ്കിൽ ആരാണ് എന്നത് സംസാരിക്കാൻ വിചാരിക്കണം. അജിംസ് എന്താണ് തോന്നുന്നത്? ഇപ്പോൾ തദ്ദേശ മന്ത്രി വാർത്താ സമ്മേളനം നടത്തി റെയിൽവേയുടെ മാത്രം പ്രശ്നമാണ് എന്ന് അദ്ദേഹം ചില വിവരങ്ങളെയും ഒപ്പം നേരത്തെ വിളിച്ച ചില മീറ്റിങ്ങുകളുടെയും മിനിറ്റ്സിൻ്റെയൊക്കെ സംഗതികൾ മുന്നിൽ വെച്ച് പറയുന്നത് കണ്ടു. ഈ ആമയിഴഞ്ചാൻ ക്ലീൻ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് മെയ് മാസത്തിലാണ്. എന്നിട്ടാണ് റെയിൽവേക്കും മാർച്ചിൽ തീരുമാനിക്കുന്നു, മെയിലിൽ നോട്ടീസ് കൊടുക്കുന്നതാണ് മന്ത്രി പറയുന്നത്, കത്ത് കൊടുക്കുന്നു. അപ്പോൾ മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തേണ്ടത് ഏത് മാസത്തിലാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ നിൽക്കുന്നുണ്ട്. അത് മഴ തുടങ്ങിയിട്ടാണ്. അപ്പോൾ തുടങ്ങിയിട്ടാണല്ലോ ഇപ്പോൾ റെയിൽവേ അത് ക്ലീൻ ചെയ്യാൻ ഈ ജോയി എന്ന് പറയുന്ന ഹതഭാഗ്യനെ ജനുവരിയിലാണ് ആദ്യം കത്ത് കൊടുക്കുന്നത്. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് ഇതെപ്പോൾ ചെയ്യേണ്ട പണിയാണ് എന്നുള്ളതാണ്. ഇതൊക്കെ എപ്പോൾ ചെയ്യേണ്ട പണിയാണെന്നുള്ളതാണ്. ഇപ്പോൾ ഈ സംഭവം, ഈ ജോയിയെ കാണാതായ സമയം മുതൽ തന്നെ റെയിൽവേയും കോർപ്പറേഷനും തമ്മിൽ തർക്കമാണ്. ഈ തോട് കടന്നു പോകുന്ന ഭാഗം റെയിൽവേ പ്ലാറ്റ്ഫോമിൻ്റെ അടിയിലൂടെയാണ്. അതുകൊണ്ട് അത് ക്ലീൻ ചെയ്യേണ്ടത് റെയിൽവേയുടെ ബാധ്യതയാണ് എന്ന് പറയുന്നു. ഇത് അവിടുത്തെ മാത്രം പ്രശ്നമാണോ? എൻ്റെ ക്വസ്റ്റൻ അതാണ്. അവിടെ മാത്രമല്ലല്ലോ മാലിന്യമുള്ളത്. ഇപ്പോൾ ഇന്ന് ജോയിയുടെ ബോഡി കിട്ടിയത് അവിടെ നിന്ന് 1 കിലോമീറ്റർ താഴെയാണ്. 1 കിലോമീറ്റർ താഴെ ആ ബോഡി കിട്ടുന്ന സ്ഥലം ഇതിലും വലിയ മാലിന്യക്കൂമ്പാരാണ്. അവിടെയുള്ള പരിസരവാസികൾ പറയുന്നത് എന്താണ്? ഇത് അവിടെ വന്ന ആളുകൾ വണ്ടി നിർത്തി മാലിന്യം തള്ളിയിട്ട് പോകുന്ന സ്ഥലമാണെന്നാണ് അവിടെയുള്ള പരിസരവാസികൾ പറയുന്നത്. മുമ്പ് ഇവിടെ ക്യാമറയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ക്യാമറയൊന്നുമില്ല. അപ്പോൾ ആൾക്ക് ധൈര്യമായിട്ട് ഇത് എറിഞ്ഞിട്ട് പോകാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ, ഇതൊരു മാലിന്യത്തോടാണ്, ശരി, ഇത് മാലിന്യത്തോടായിട്ട് ഇങ്ങനെ തന്നെ കിടക്കട്ടെ എന്ന് സർക്കാർ വിചാരിച്ചതാണോ? ഭരണഘടനാപരമായി തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ ചുമതല. മാലിന്യം ആര് ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളതല്ല പ്രശ്നം. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ അവിടെ ഉണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന മുഴുവൻ മാലിന്യവും അവിടെ തള്ളിയതുകൊണ്ടാണ് ഈ തോട്ടിൽ മാലിന്യം ഉണ്ടായതെന്ന് കോർപ്പറേഷൻ പറയുകയാണെന്നിരിക്കട്ടെ. റെയിൽവേ എന്ന് പറയുന്നൊരു മാലിന്യ ജനറേറ്ററാണ്, വേസ്റ്റ് ജനറേറ്ററാണ്. അത് ക്ലീൻ ചെയ്യേണ്ട ചുമതല കോർപ്പറേഷനാണ്. അത് ഭരണഘടന അങ്ങനെയാണ് പറയുന്നത്. ഈ പറയുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമതലയാണ് മാലിന്യ നിർമ്മാർജ്ജനം. എങ്കിൽ റെയിൽവേയുടെ ഉദ്യോഗസ്ഥൻ വന്നില്ല, റെയിൽവേ ഇത് നീക്കാൻ തയ്യാറായില്ല എന്ന് പറഞ്ഞ് കൈകെട്ടിയിരിക്കാൻ കോർപ്പറേഷൻ ആവില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. റെയിൽവേ എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനം വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നു. ആ സ്ഥാപനത്തിൻ്റെ അടിയിൽ വേസ്റ്റ് വന്ന് കുമിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ ആ തോട് എന്ന് പറയുന്നത് റെയിൽവേയുടെ അല്ല, ആ തോട് കോർപ്പറേഷൻ്റെയാണ്, സർക്കാരിൻ്റെയാണ്. ആ തോട് അവരുടെ സ്ഥാപനത്തിൻ്റെ അടിയിലൂടെ കടന്നു പോകുന്നു. അവിടെ വേസ്റ്റ് ഒന്നും നിറഞ്ഞിരിക്കുകയാണ്. എങ്കിൽ അത് ക്ലീൻ ചെയ്യാനുള്ള ഒന്നാമത്തെ ബാധ്യത കോർപ്പറേഷൻ തന്നെയാണ്. രാജശേഷം മറിച്ചാണ് പറയുന്നത് അവിടെ നമുക്ക് തൊടാൻ പറ്റില്ല. തൊടാൻ പറ്റില്ലെങ്കിൽ അത് കോടതിയിൽ പോയി തൊടിയിക്കണം. അങ്ങനെയാണല്ലോ. കാരണം ഇത് ഭരണഘടനാപരമായ ബാധ്യതയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ മാലിന്യ നിർമ്മാർജ്ജനം എന്നുള്ളത്. ഒരു തോട് ഒരു സ്ഥാപനത്തിൻ്റെ അടിയിലൂടെ കടന്നു പോകുന്നു. അടിയിലൂടെയാണ്, അവരുടെ മുകളിലൂടെയല്ല, അവരുടെ ട്രാക്കിലൂടെയല്ല കടന്നു പോകുന്നത്. അവരുടെ ട്രാക്കിൻ്റെയും പ്ലാറ്റ്ഫോമിൻ്റെ അടിയിലൂടെയാണ് ആ തോട് കടന്നു പോകുന്നത്. തോട് റെയിൽവേയുടെ അല്ല. അവിടെ ക്ലീൻ ചെയ്യേണ്ട ബാധ്യത കോർപ്പറേഷനാണെങ്കിൽ അവർ സമ്മതിക്കുന്നില്ല, ഇന്ത്യൻ റെയിൽവേ ആക്ട് എടുത്ത് ഉപയോഗിച്ചിട്ട് ഞങ്ങൾ ക്ലീൻ ചെയ്തോളാം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനെതിരെ കോടതിയിൽ പോകേണ്ട ബാധ്യത ആരെയാണ്? ഇത് 1-2 ദിവസത്തെ മാലിന്യം അല്ലല്ലോ നിഷാദ്. 2022 നിയമസഭയിൽ PK ബഷീർ MLA ഇത് സംബന്ധിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ തോടുകളും ഈ പറയുന്ന കുളങ്ങളും ഒക്കെ ക്ലീൻ ചെയ്യുന്നതിൻ്റെ പ്രൊജക്റ്റ് ഉണ്ടോ? ആ ചോദ്യത്തോടൊപ്പം ഒരു ഉപചോദ്യമായിട്ട് ഈ ആമയിഴഞ്ചാൻ തോടിനെ കുറിച്ച് തന്നെ ചോദിക്കുന്നുണ്ട്. ആമയിഴഞ്ചാൻ തോട് തിരുവനന്തപുരത്തെ ഒരു പ്രധാനപ്പെട്ട തോടാണ്. ആ തോട് നവീകരിക്കാൻ എന്ത് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ സർക്കാർ കൊടുക്കുന്ന വിശദീകരണം, 2022 മന്ത്രി MP രാജേഷ് കൊടുക്കുന്നൊരു വിശദീകരണമുണ്ട്. ആ വിശദീകരണത്തിൽ 25 കോടി രൂപയോ മറ്റോ മൊത്തം അനുവദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ആ തോട് ക്ലീൻ ചെയ്യാൻ, അതിൽ പാർവതി പുത്തനാർ ക്ലീൻ ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ആമയിഴഞ്ചാൻ തോട് ക്ലീൻ ചെയ്യാൻ ഒരു സ്ഥാപനത്തെ ഏൽപ്പിച്ചിരുന്നു. സർക്കാർ സ്ഥാപനം തന്നെയാണ്. പക്ഷേ ആ മറുപടിയിൽ പറയുന്ന രണ്ടാമത്തെ വാചകം ഇങ്ങനെ ഏൽപ്പിച്ചിരുന്നു, ഫണ്ടില്ലാത്തത് കൊണ്ട് ആ പണി പൂർത്തിയാക്കാൻ ആ സ്ഥാപനത്തിനായില്ല. ഫണ്ടില്ല എന്ന് വെച്ചാൽ സർക്കാർ ഫണ്ട് കൊടുത്തില്ല, വകയിരുത്തിയിട്ടുള്ളൂ. ഭരണാനുമതി കിട്ടിയ ഒരു പ്രൊജക്റ്റിനെ പറ്റിയാണ് പറയുന്നത്. ഫണ്ട് കൊടുത്തില്ല. അതിനർത്ഥം എന്താണ്? എത്രമാത്രം ലൂസായിട്ടാണ് സർക്കാർ ഈ കാര്യത്തെ കാണുന്നത് എന്നുള്ളതാണ്. അത് നമ്മുടെ തലസ്ഥാനമാണ്. ആ മാലിന്യത്തിൻ്റെ ദൃശ്യം ഒന്ന് നോക്ക്. നമ്മളൊരു 3-4 ലോക രാജ്യമാണ്. ഓക്കെ,
വേറെ എവിടെയെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു ഇത്രയും അശാസ്ത്രീയമായ ഒരു തോട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഡംപ് ചെയ്യുന്നൊരു തോട് നമുക്ക് കാണാൻ കഴിയും? ക്യാപിറ്റൽ സിറ്റിയും കൂടെ. ക്യാപിറ്റൽ സിറ്റി കൂടിയാണ്. അപ്പോൾ ഇത് ശരിക്കും സർക്കാരിനെ സംബന്ധിച്ച് നാണക്കേടുണ്ടാക്കുന്നതാണ്. അതിനിപ്പോൾ റെയിൽവേയെ കുറ്റപ്പെടുത്തി എം പി രാജേഷും കോർപ്പറേഷൻ മേയറും കൂടി റെയിൽവേ ആണ് അതിന് കാരണമെന്ന് പറയാൻ കഴിയില്ല. കാരണം ആ ടണലിനടിയിൽ മാത്രമല്ല മാലിന്യമുള്ളത്, അതിന് മുമ്പും ശേഷമൊക്കെ മാലിന്യമുണ്ട്, അതിന് താഴെയൊക്കെ മാലിന്യം കിടക്കുന്നുണ്ട്. അത് ക്ലീൻ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഫണ്ടില്ല എന്നാണ് മറുപടി. എങ്കിൽ ആ ഫണ്ടില്ല എന്നുള്ള മറുപടി, ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല, സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതുകൊണ്ടാണ് അത് ചെയ്യാത്തതെന്ന് പറയാനുള്ള സത്യസന്ധത മന്ത്രിക്കും കോർപ്പറേഷനും ഉണ്ടാവും. ഇതിൽ ഈ റെയിൽവേ കോർപ്പറേഷൻ തർക്കം എന്നുള്ളൊരു അർത്ഥമില്ല. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും സർക്കാരിൻ്റെ രണ്ട് ഏജൻസികളാണ്. ജനങ്ങൾക്ക് കിട്ടേണ്ട സർവീസ് എന്താണ് മലിനമുക്തമായ സാഹചര്യത്തിൽ ജീവിക്കുക, അത് ജനങ്ങളുടെ അവകാശമാണ്. അപ്പോൾ അത് ഞങ്ങളല്ല അവരാണ് എന്ന് രണ്ട് സർക്കാർ ഏജൻസികൾ ജനങ്ങളോട് പറയുന്നത് ഭയങ്കര എന്താണ് ഓക്വേർഡായിട്ടുള്ള സിറ്റുവേഷനാണ്. അപ്പോൾ അത് ആ തർക്കത്തിൽ ജനാധിപത്യത്തിൽ ആ തർക്കത്തിൽ അർത്ഥമില്ല. പക്ഷേ ഇതിൽ ഒരു ഗ്രേറ്റർ ഡിസ്കഷൻ വരേണ്ട ഒരു കാര്യം ഇതായിട്ടില്ല എനിക്ക് തോന്നുന്നത്. ഒന്ന് രണ്ട് ഘടകങ്ങളിൽ ഒന്ന് നമ്മുടെ ഏർബൻ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. രണ്ടാമത് വേസ്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. മൂന്നാമത്തത് അപകടകരമായ സാഹചര്യങ്ങളിൽ തൊഴിൽ ചെയ്യുന്ന മനുഷ്യർ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്താണ് നമുക്കുള്ള സംവിധാനങ്ങൾ എന്ന മൂന്ന് ഗൗരവപ്പെട്ട കാര്യങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ നമ്മുടെ ഈ കോഴിക്കോടിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് മാവൂർ റോഡാണല്ലോ. ഒരു 2-2.5 വർഷം മുമ്പ് അജിംസ് ഓർക്കുന്നുണ്ട്, ആ മാവൂർ റോഡ് മുഴുവൻ വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുകയായിരുന്നു, യാത്ര തന്നെ ചെയ്യാൻ പറ്റാത്ത വിധം. അപ്പോൾ അന്ന് കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നമ്മളോട് പറയുന്നത് ഇച്ചിരി സഹിക്കൂ, നമ്മൾ നഗരത്തിൽ വെള്ളക്കെട്ട് ശാശ്വതമായി പരിഹരിക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കുകയാണ്, അതുകൊണ്ടുണ്ടാകുന്നൊരു പ്രയാസമാണ്, അത് സഹിക്കൂ എന്നാണ് നഗരവാസികളോട് കോർപ്പറേഷൻ പറഞ്ഞിരുന്നത്. ഇന്നിപ്പോൾ ആ പ്രോജക്റ്റ് കഴിഞ്ഞു. ഒന്ന് നിഷാദൊന്ന് പോയി നോക്കൂ, ഒരു മഴ പെയ്താൽ മാവൂർ റോഡിൻ്റെ ആ ജംഗ്ഷൻ വെള്ളക്കെട്ട് വലിയ വാഹനങ്ങൾ ആർക്കും എങ്ങോട്ടും സഞ്ചരിക്കാൻ പറ്റാത്ത വിധം വെള്ളക്കെട്ട് നിറയുന്നു, കടകളിലേക്ക് വെള്ളം കയറുന്നു. ഇത്രയധികം കോടികൾ ചിലവഴിച്ചാണ് കുറേ കാലം സഞ്ചാരം വരെ നിഷേധിച്ചുകൊണ്ട് അത് നടപ്പിലാക്കി. അപ്പോൾ എന്താണ് നമ്മുടെ ഏർബൻ പ്ലാനിങ്, എങ്ങനെയാണ് നടക്കുന്നത്, എന്താണ് ചെയ്യുന്നത്, നമ്മളെ പ്രോജക്റ്റുകൾ എന്താണ്, ഈ ചിലവഴിക്കുന്ന കോടികൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള വളരെ വളരെ ഗൗരവപ്പെട്ടുള്ളൊരു സംഗതിയുണ്ട്. ഒരു കേരളം എന്ന് പറയുന്നത് മഴ പെയ്യുന്ന ഒരു ഭൂപ്രദേശമാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ നഗരജീവിതം അസാധ്യമാവുമെന്ന് പറഞ്ഞാൽ അതെന്താ പറയുന്ന അർത്ഥം എന്താണ്? അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാലാവസ്ഥക്കനുസരിച്ച് ഭരിക്കാൻ പറ്റാത്ത സംവിധാനമാണ് നമ്മുടെ നഗരങ്ങൾ എന്ന് വരില്ലേ അത്? അപ്പോൾ ഇതാണ് ഇതിലേറ്റവും പ്രധാനം. അതുകൊണ്ടാണ് ഈ പറയുന്ന എന്ത് തോടാണ് ആമയാഞ്ചാന്തോടും ഈ പാർവതി പുത്രനാറും കനോലി കനാൽ, ഇതൊക്കെ എല്ലാ കാലവും നമ്മൾക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി വരുന്നത്. രണ്ടാമത്തെ ഈ പറഞ്ഞ മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ തന്നെ വെബ്സൈറ്റ് പ്രകാരം ഒരു വർഷം 25 ലക്ഷം ടൺ മാലിന്യം കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ്. അതിൽ 69% ജൈവ മാലിന്യം, ബാക്കി അജൈവ മാലിന്യം. ഇത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞത് വലിയൊരു ആസറ്റാണ്. മാലിന്യം വലിയ അസറ്റായി മാറ്റിയ രാജ്യങ്ങളും ഭരണകൂടങ്ങളുമുണ്ട്. കാരണം ജൈവ മാലിന്യമാവട്ടെ അജൈവ മാലിന്യമാവട്ടെ അതിൽ നിന്ന് പലതരം ബൈ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന സംവിധാനങ്ങൾ എങ്ങനെയാണ് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് മനുഷ്യനുള്ളിടത്തോളം മാലിന്യം ഉണ്ടാവും നിഷാദ്. പക്ഷെ അത് സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോൾ മുമ്പ് ഈ VS അച്യുതാനന്ദൻ അധികാരത്തിൽ മുഖ്യമന്ത്രി എന്ന സമയത്ത് ആഭ്യന്തരമന്ത്രി ആരാവണം എന്നതിനെക്കുറിച്ച് തർക്കം നടന്ന ഓർമ്മയുണ്ടോ? ആഭ്യന്തര വകുപ്പ് ഇദ്ദേഹം തന്നെ ഏറ്റെടുക്കുകയാണ്. കോടിയേരി പാർട്ടിയും VS തമ്മിൽ തർക്കം നടക്കുക. അന്ന് സക്കറിയ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ആഭ്യന്തര വകുപ്പിനെ കുറിച്ചാണല്ലോ തർക്കിക്കുന്നത്. ആഭ്യന്തര വകുപ്പ് എന്നൊരു വകുപ്പല്ലെന്നേ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട വകുപ്പ് മാലിന്യ നിർമ്മാർജ്ജന വകുപ്പാണെന്ന് അന്ന് സക്കറിയ എഴുതിയത് എനിക്ക് ഓർമ്മയുണ്ട്. അത് വളരെ ഗൗരവപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഇത്രയും ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശത്ത് ഇത് വളരെ നിർണായക ഒരു സംഗതിയാണ്. പക്ഷേ അതിൻ്റെ ഗൗരവം ഒരു ഭരണകൂടവും കൊടുക്കുന്നില്ല. ഞാൻ ഇടതുപക്ഷ സർക്കാർ, UDF സർക്കാർ, LDF സർക്കാർ എന്നുള്ളതല്ല, അത് നമ്മുടെ ഒരു പ്രിഫറൻസിൽ വരുന്നില്ല, ജനങ്ങളുടെ പ്രിഫറൻസ് വരുന്നില്ല. ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കട്ടെ, ആ സമയത്ത് എന്താണ് പൊളിറ്റിക്കൽ ഡിബേറ്റ്? ഈ നിലക്കുള്ള ഏർബൻ പ്ലാനിങ്ങിനെ കുറിച്ചാണോ, വേസ്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ചാണോ? അതൊന്നുമില്ലല്ലോ. ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരണ വിഷയം, തർക്ക വിഷയം എന്തായിരുന്നു? ഹസൻ അമീർ കുഞ്ഞാലിക്കുട്ടി സഖ്യവും ഇപ്പുറത്ത് 80-20 വെച്ച് ഈ കാസയൊക്കെ ഉണ്ടാക്കിയുള്ള വിവാദം. അതാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. മുമ്പ് സദ്ദാം ഹുസൈൻ ആയിരുന്നു ഇവിടുത്തെ ലോക്കൽ ബോഡി ഇലക്ഷനിലെ പ്രധാനപ്പെട്ട ചർച്ച. അപ്പോൾ ഈ ഏർബൻ പ്ലാനിങ്ങിനെ കുറിച്ച്, വേസ്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ച്, ഇതേക്കുറിച്ചൊന്നും നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതൊരു പ്രചാരണ വിഷയം പോലും ആകുന്നില്ല. അതൊരു പ്രൈമറി കൺസേൺ ആയിട്ട് വരുന്നില്ല. പിന്നെ ഉള്ളത് ഈ മനുഷ്യൻ,
ജോയ് എന്ന് പറയുന്ന ഹതഭാഗ്യൻ. ഒന്ന് ആലോചിച്ച് നോക്ക് നിഷാദ്, ഇത്രയും അപകടകരമായ ഇത്രയും വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഒരാൾ തൊഴിൽ ചെയ്യുമ്പോൾ അതും 1500 രൂപയാണല്ലേ അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അതിനാവശ്യമായുള്ള പ്രൊട്ടക്റ്റീവ് മെക്കാനിസം എന്താണ്? അത് ഇതിൽ മാത്രമല്ല, നമ്മൾ വളരെ നോർമലായിട്ട് കാണുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഒരു തെങ്ങ് കയറ്റ തൊഴിലാളി, ഒരാൾ ഇത്രയും ഉയരമുള്ള തെങ്ങിൻ്റെ മണ്ടയിൽ കയറുകയാണ്. അതൊരു ആധുനിക സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്ന പ്രോട്ടോകോൾസ് ഉണ്ടല്ലോ, ഇതാണ് ഡിസാസ്റ്റർ പ്രിവെൻഷനുമായി ബന്ധപ്പെട്ട പ്രോട്ടോകോൾസ്. അതിൽ ഏറ്റവും മിനിമം പ്രോട്ടോകോൾസിനും മീറ്റ് ചെയ്യുന്ന എന്തെങ്കിലും അതിനകത്തുണ്ടോ? എന്ത് അപകടകരമായ സാഹചര്യമാണ്. ഓക്കെ, മുമ്പ് നമുക്ക് സംവിധാനങ്ങളില്ലായിരുന്നു വിചാരിക്കാം, പക്ഷേ ഈ തെങ്ങിന്ന് വീണിട്ട് പാരാപ്ലീജിക്കായി കിടപ്പിലായി എത്രയധികം മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട്. ഒരു ആധുനിക സമൂഹത്തിന് യോജിച്ചതാണോ? നമുക്ക് ഇതിനൊക്കെ പ്രോട്ടോകോൾസ് ഉള്ളതാണ്. ആധുനിക പരിഷ്കൃത സമൂഹങ്ങൾക്ക് ഒരു ഉയർന്ന കെട്ടിടം പെയിൻറ്റ് ചെയ്യുന്നു, അതിന് പ്രോട്ടോകോൾസ് ഉണ്ട്. കാരണം അത് അപകടകരമായ സാഹചര്യത്തിലുള്ള ഒരു തൊഴിലാണ്. അതേപോലെ അപകടകരമായ സാഹചര്യത്തിലുള്ള തൊഴിലുകൾ അത് ഡിമാർക്കേറ്റ് ചെയ്ത് കാറ്റഗറൈസ് ചെയ്ത് അതിന് പ്രോട്ടോകോൾസ് വെച്ച് അതിന് സംവിധാനങ്ങൾ ഉണ്ടാക്കുന്ന കാര്യം അത് നമ്മൾ ചിന്തയിലേ വരുന്നില്ല. അതൊരു ആധുനിക സമൂഹത്തിൽ നിശ്ചയമായി ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. ഈ മനുഷ്യന് 1500 രൂപയ്ക്ക് വേണ്ടി എന്തുമാത്രം മോശപ്പെട്ട, എന്തുമാത്രം വൃത്തിഹീനമായ ഒരു സാഹചര്യത്തിലാണ്, അപകടകരമായ സാഹചര്യത്തിലാണ് ജോലി ചെയ്ത് നോക്കൂ. ഞാൻ പറയുന്നത് ഈ മനുഷ്യൻ്റെ രക്തസാക്ഷിത്വമാണ്. ഈ പറയുന്ന അർബൻ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട, വേസ്റ്റ് മാനേജുമായി ബന്ധപ്പെട്ട അപകടകരമായ സാഹചര്യത്തിൽ തൊഴിൽ ചെയ്യുന്ന മനുഷ്യരെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളെക്കുറിച്ച് അങ്ങേയറ്റം ഗൗരവപ്പെട്ട ചർച്ചകൾക്ക് തുടക്കമിടാൻ ഈ രക്തസാക്ഷിത്വം കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലത്. ഇതിൽ പറയാതെ പോകേണ്ടാത്ത ഒരു കാര്യം കൂടിയുണ്ട്. റെയിൽവേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓപ്പൺ ടോയ്ലറ്റാണ് റെയിൽവേ. ഇപ്പോൾ പുതിയ ബയോ ടോയ്ലറ്റ്സൊക്കെ കൊണ്ടുവന്നെങ്കിൽ പോലും ഇത് വേർതിരിച്ചത് ഖരമാലിന്യമാക്കിയിട്ട് ഇവർ എവിടെ കൊണ്ടാണ് കളയുന്നത്? മേയർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ മാലിന്യ സംസ്കരണ പ്ലാന്റ് എവിടെയെന്ന് റെയിൽവേയോട് ചോദിക്കുന്നുണ്ട്. എവിടെയാണ്? എത്ര ടൺ വേസ്റ്റാണ്? ഏതാണ്ട് 1.5 കോടി ജനങ്ങളാണ് ഒരു ദിവസം റെയിൽവേയുടെ ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നത്. 10,000 ട്രെയിൻ ഒരു ദിവസം ഓടുന്നുണ്ട്. ഇതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റ് ഇവരെന്താണ് ചെയ്യുന്നത്? എവിടെയാണ് അവർ കൊണ്ടുകളയുന്നത്? നമുക്ക് അറിയില്ലല്ലോ. ഇപ്പോൾ മുമ്പ് ഇത് ഓപ്പണായിട്ട് പാളത്തിലായിരുന്നു. പാളം ദ്രവിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അത് മാറ്റാൻ തയ്യാറായത്. പാളം ദ്രവിച്ചു കൊടുക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് മാറ്റാൻ തയ്യാറായത്. ഇപ്പോൾ ഇത് ശേഖരിച്ചു വയ്ക്കുകയാണ്. ഈ ശേഖരിച്ചു വയ്ക്കുന്ന മാലിന്യം എവിടെ കൊണ്ടാണ് അവർ കളയുന്നത്? അതൊരു ക്വസ്റ്റ്യൻ അല്ലേ? ഇവരുടെ മാലിന്യ സംസ്കരണ പ്ലാന്റ് എവിടെയാണ് റെയിൽവേക്ക്? നമ്മളെവിടെയും കണ്ടിട്ടില്ല. 2020 മറ്റേ ഭുവനേശ്വറിൽ മാലിന്യത്തിൽ നിന്ന് എനർജി ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ഭുവനേശ്വർ റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിച്ചിട്ടുണ്ടെന്നല്ലാതെ അത് ഇന്ത്യയിലെ ആദ്യത്തെയായിരുന്നു. ഇവരെ മാലിന്യം എവിടെയാണ് സംസ്കരിക്കുന്നത്? ഇവരെവിടെയാണ് തള്ളുന്നത്? അത് മാത്രമല്ല, ജോലി ചെയ്ത് ക്ലീൻ ചെയ്യാൻ ഇറക്കി വിട്ടത് കോർപ്പറേഷൻ അല്ല, റെയിൽവേ ആണ്. റെയിൽവേ കരാറുകാരനാണ്. അപ്പോൾ കുറേയധികം വളരെ ഗൗരവപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മുടെ ഭരണ രാഷ്ട്രീയ നേതൃത്വം മറുപടി പറയേണ്ടത്. ഇനി നാളെ ഇരിക്കാം. നമസ്കാരം.